ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട, എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. ദേശമംഗലത്ത് ബസ് ഡ്രൈവർക്ക് നേരെ ഗുണ്ടാവിളയാട്ടമെന്ന പരാതി. ഷൊർണൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന പുലരി ബസിന് നേരെയാണ് മദ്യലഹരിയിലുണ്ടായിരുന്ന 2 പേർ ആക്രമണം നടത്തിയത്. യാത്രക്കാരെ കയറ്റാൻ ബസ് നിർത്തിയപ്പോൾ സ്കൂട്ടറിന് കടന്നുപോകാനുള്ള സ്ഥലം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ബസ്സിലെ ഡ്രൈവറോട് എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ബൈക്ക് യാത്രികൻ തട്ടിക്കയറുകയും പള്ളം സെന്ററിൽ വെച്ച് ബസ്സിന് കുറുകെ ബൈക്ക് നിർത്തി ബസ് ഡ്രൈവറായ തിരുമിറ്റക്കോട് സ്വദേശി പുത്തൻ പീടികയിൽ 38 വയസ്സുള്ള അൻഷിഫിനെ ഡ്രൈവർ സീറ്റിൽ നിന്ന് വലിക്കുകയും തലക്കടിക്കുകയും വയറിന് ഇടിക്കുകയുമായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. ഈ വ്യക്തി വണ്ടിയുടെ സൈഡിൽ ഓടുന്ന് നിർത്തിയിട്ട് ഇയാളോടൊപ്പം വേറൊരാളുണ്ട്, ആളെ മോനെ തോന്നുന്നുണ്ട്. അതിൻ്റെ ബാക്കിലൊരു ബൈക്കിൻ്റെ മുകളിൽ ഒരു കുട്ടീനെ വെച്ചിട്ട് ഒരു സ്കൂട്ടറിന് മുകളിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഒരുപാട് തെറി പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ടയറിനെ മേലെ കൂടെ ചവിട്ടി കയറി. ടയറിന് മുകളിൽ ചവിട്ടി കയറുമ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ല വെച്ചാൽ വണ്ടി നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ തന്നെ അതിൻ്റെ അടിയിൽ വീണിട്ട് അയാൾ മരിക്കും. ഞാൻ പിന്നെ നാളെ നമ്മൾ പ്രതിയാവുന്നു. അപ്പോൾ അയാൾ അതിൻ്റെ മേലെ കയറിയിട്ട് ഇന്നെ അടിക്കുക ചെയ്ത് എൻ്റെ വയറിന് കുത്തി തലയ്ക്കും തല്ലി, പിന്നെ കയ്യിൽ ഇതിലൊക്കെ പിടിച്ച് അയാൾ വലിച്ചതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിന് ശേഷം അയാൾ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫോണിട്ട് ഞാൻ അയാൾ എന്താണെന്നുള്ള വീഡിയോ എടുത്തു. അതിന് ശേഷം അയാൾ തന്നെ പറഞ്ഞു എന്നെ തല്ലും, വണ്ടി നമ്മൾ ഓടിപ്പിക്കില്ല, അങ്ങനത്തെ ഒരു ലെവൽ. ഞാനൊരാളെ കയറ്റിയതാണ്, ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരു താത്ത വണ്ടിയിൽ കയറിയതാണ്. അത് ആ പാലത്തിൻ്റെ അവിടെ നിന്നാണ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്വതവേ ചില സമയങ്ങളിൽ ആളുണ്ടാവും. അപ്പോൾ ഈ വയ്യാത്ത ആളുകളാണ് അധികം ഉണ്ടാവുക. ഒരു കുട്ടീനെ എടുത്ത ഒരു ഉച്ചയാകുമ്പോൾ നമ്മുടെ വണ്ടി ഒരു 12:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ആ ഒരു സമയത്ത് വെയിലിൻ്റെ ഊക്ക് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ കയ്യേറ്റിക്കുമ്പോൾ നിർത്തി. ബൈക്കിന് പോകാനുള്ള സ്ഥലമുണ്ട്. അയാൾ ഈ പള്ളത്തിൽ നിന്ന് അങ്ങോട്ട് ആറുംകുട്ടര ഭാഗത്തേക്കുള്ള പോകുന്ന യാത്രക്കാരനാണ്. അയാൾ ആ പോകുന്ന ആളാണ് അവിടെ നിർത്തിയിട്ട് നമ്മളോട് ഈ ഇതിൻ്റെ മുകളിൽ വണ്ടി നിർത്തി. നമ്മളൊരു വലിയൊരു തെറ്റ് ചെയ്ത പോലെ. ഈ ബൈക്കുകാരാണെന്ന് വെച്ചാലും ഈ റോഡിൽ കൂടെ എങ്ങനെ പോകാൻ പറ്റുക? റോഡ് ഇത്ര മോശമാണ്, ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ ചാറ്റി പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് സ്ഥിരമായിട്ട് ഇത് ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിച്ച് കുറച്ച് ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. പരാതി ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ടുണ്ട്, ഷൊർണൂർ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇൻറ്റിമേഷൻ പോകുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നുച്ചയ്ക്ക് 12:30 സംഭവം. പരിക്കേറ്റ അൻഷിഫ് ഷൊർണൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു. വണ്ടി ഇവിടെ ഓടിക്കുക. മൊബൈലോ എന്ത് വേണം കിട്ടി? ഞാൻ അടുത്ത അടി വേറെ വേണോ? ആയിക്കോട്ടെ.